ഹായ് ഹലോ, ഇന്ന് നമ്മൾക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. അതിലേക്ക് 100 ഗ്രാമിൻ്റെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ ഇല്ലാതെ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടും ബ്രൗണി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ചോക്ലേറ്റും ബട്ടറും നമ്മൾ ഒരേ അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 105 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ എക്സ്ട്രാ എടുത്തിട്ടുള്ള ബട്ടർ 5 ഗ്രാമാണ്. അപ്പോൾ 105 ഗ്രാം ബട്ടറും 105 ഗ്രാം ചോക്ലേറ്റ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലോ അല്ലാണ്ട് ഓവനിൽ വെച്ചിട്ടോ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം. ബ്രൗണി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് 240 ml കപ്പിൻ്റെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയിലേക്ക് നമ്മൾ കൊക്കോ പൗഡറും കൂടെ, നല്ല ഡാർക്ക് കൊക്കോ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. നല്ല കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മളൊരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ബ്രൗണി ഉണ്ടാക്കാനുള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ബട്ടറും ചോക്ലേറ്റും കൂടെ നേരത്തെ തന്നെ ഒന്ന് മെൽറ്റാക്കി വെച്ചാൽ നന്നായിരിക്കും. നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ബ്രൗണി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ഈ ഒരു വിസ്ക് മാത്രം മതി. ചോക്ലേറ്റും ബട്ടറും നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മിക്സ് ആക്കാൻ പാടുള്ളൂ. ബട്ടറും ചോക്ലേറ്റും നന്നായിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബ്രൗണിയുടെ ടെക്സ്ചർ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് പഞ്ചസാരയും ചോക്ലേറ്റും കൂടെ നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഒരു തരി പഞ്ചസാരയുടെ കട്ട പോലും ഇല്ലാണ്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ 2 മുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ഫുൾ മുട്ട ഇതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെറ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെള്ളമോ അല്ലെങ്കിൽ മിൽക്കോ അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാറ്റർ മിക്സിങ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ബ്രൗണി ബാറ്റർ എപ്പോഴും നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ ഒരുമിച്ചങ്ങ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ടുള്ള ബാറ്ററും ആയിരിക്കും. അതേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്ക് കുറച്ച് മിൽക്ക് ഒഴിച്ചാലും തോന്നും, പക്ഷേ മിൽക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രൗണി ബാറ്റർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്ത് നമ്മുടെ ബ്രൗണി ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബട്ടർ പേപ്പർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് നമ്മുടെ ടിന്നിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബ്രൗണീസ് ഉണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ഈ ബ്രൗണി എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൗണി അനിയത്തിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നല്ലൊരു റിവ്യൂ ആണ് ഈ ബ്രൗണിക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ ബ്രൗണി ബേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രൗണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതുവരെ ഒരു കേക്ക് ബേക്ക് ചെയ്യാത്തവർക്ക് പോലും ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിലും ബ്രൗണി ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.